India and SCO relations പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO. SCOനെ പറ്റിയിട്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റിയിട്ട് കൂടുതൽ സ്പെസിഫിക് ആകാൻ നിൽക്കുന്നില്ല. അതും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറയാം. സോ SCO അതൊരു യുറേഷ്യൻ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഏരിയാസ് ലൈക്ക് ഇന്റർനാഷണൽ സെക്യൂരിറ്റി, ഡിഫൻസ് എക്സെട്ര. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 2001 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്ജിങ്ങിലാണ്. അപ്പം ഇതിന്റെ മെമ്പർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ മെമ്പേഴ്സ്, അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന മെമ്പേഴ്സിനെ എല്ലാവരും കൂടി ഷാങ്ഹായ് 5 എന്നറിയപ്പെടും. അപ്പൊ ഏതൊക്കെ കൺട്രീസ് ആണ് ഷാങ്ഹായ് 5 ഉള്ളത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ്? ചൈന, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ. അപ്പൊ ഈ 5 രാജ്യങ്ങളെയാണ് ഷാങ്ഹായ് 5 എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഫൗണ്ടിങ് കൺട്രീസ് ആണ് ഈ 5 കൺട്രീസും. അപ്പം ഈ പേര് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഉസ്ബെക്കിസ്ഥാൻ പിന്നീടാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഉസ്ബെക്കിസ്ഥാൻ ഈസ് എ മെമ്പർ ഓഫ് SCO ബട്ട് ഇറ്റ്സ് നോട്ട് എ ഫൗണ്ടിങ് മെമ്പർ. ഫൗണ്ടിങ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഒറിജിനൽ ഷാങ്ഹായ് 5 എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 2017 ഇന്ത്യയും പാകിസ്ഥാനും ജോയിൻ ചെയ്യുന്നത്. ഇറാൻ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രൊറോഗേറ്റീവ്സിൽ വരുന്നതാണ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി, ഡിഫൻസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മേജർ എയിംസിൽ ഒന്നാണ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ 3 evils ഓഫ് ടെററിസം, സെപ്പറേറ്റിസം ആൻഡ് എക്സ്ട്രീമിസം. കുറെ എയിംസ് ഉണ്ട്, അതിലൊന്നാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവരൊരു റീജിയണൽ ആന്റി സെക്യൂരിറ്റി സ്ട്രക്ചർ SCOയുടെ ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ RATS എന്നറിയപ്പെടുന്ന റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ താഷ്കന്റ്. അപ്പം RATS ഏത് ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് ചോദിച്ചാൽ അത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കാം. നിലവിൽ SCOയുടെ ഹെഡ് ഇന്ത്യ ആണ്. ഓക്കെ, ഹെഡ് കറന്റ് ചെയർ ഇസ് ഇന്ത്യ. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർമ്മയിലിരിക്കുക. കറന്റ് ചെയർ ഓഫ് SCO ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇന്ത്യ. ഓക്കെ, സോ ഇനി SCOയിൽ നിന്ന് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയുടെ ഗെയിംസ് എന്താണ്? 2005 SCOയിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അത് മെമ്പർ ആയിട്ടല്ല, ഒബ്സർവർ കൺട്രി ആയിട്ടാണ് 2005 SCOയിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് 2017 നടക്കുന്ന അസ്റ്റാന സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് ഉണ്ട്. ആ സമ്മിറ്റിന്റെ പേര് ഓർമ്മ വേണം. അപ്പൊ ഏത് സമ്മിറ്റ് വഴിയാണ്, ഏത് വർഷമാണ് ഇന്ത്യ SCOയിലെ ഫുൾ മെമ്പർ ആകുന്നത് എന്നത് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് അസ്റ്റാന സമ്മിറ്റ് 2017. 2005 തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ആസ് ആൻ ഒബ്സർവർ കൺട്രി. And India created 5 new pillars and focus areas of cooperation in SCO. അതായത് SCOയുടെ ഭാഗമായിട്ട് 5 കോപ്പറേഷൻ ഏരിയാസ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 5 ഏരിയാസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ, ട്രഡീഷണൽ മെഡിസിൻ, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, യൂത്ത് എംപവർമെന്റ് ആൻഡ് ഷെയർഡ് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ്. അപ്പൊ ഈ 5 ഏരിയാസിനെയാണ് ന്യൂ പില്ലേഴ്സ് ആൻഡ് ഫോക്കസ് ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ എന്ന് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത്. ദാറ്റ് ടു കോഓപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഈ 5 ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർമ്മയിലിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പിന്നീട് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവില് ക്രിയേറ്റഡ് ആയ 2 ന്യൂ മെക്കാനിസംസ് ഉണ്ട് SCOയില്. അത് ഒന്നാണ് സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ, മറ്റൊന്നാണ് എക്സ്പേർട്സ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ട്രഡീഷണൽ മെഡിസിൻ. അപ്പം സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ, ട്രഡീഷണൽ മെഡിസിൻ, ഈ സെക്ടേഴ്സ് എല്ലാം ഇന്ത്യ SCO കോർപ്പറേഷനകത്ത് എയിം ചെയ്യുന്ന സെക്ടേഴ്സ് ആണ്. ഇതിനകത്തെല്ലാം ഇന്ത്യ കുറെ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒരു എസെൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആ സെക്ടേഴ്സ്? സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ, ട്രഡീഷണൽ മെഡിസിൻ, പിന്നെ ഇതൊന്നും കൂടാതെ ഒരു 3 ന്യൂ പില്ലേഴ്സ്, 5 ന്യൂ പില്ലേഴ്സിൽ 3 കൂടി എക്സ്ട്രാ ഉണ്ട്. ഡിജിറ്റൽ ഇൻക്ലൂഷൻ, യൂത്ത് എംപവർമെന്റ്, ഷെയർഡ് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ്. അപ്പൊ ഷെയർഡ് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്ന സെക്ടറിൽ ഫോക്കസ് ചെയ്ത് അതിനൊരു ഏരിയ ഓഫ് കോപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ്
SCO അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് ഈ ഇന്ന ഏരിയാസിൽ കോപ്പറേഷൻ നമ്മൾ എയിം ചെയ്യുന്നത് എന്നുള്ളത്. And Kashi or Varanasi was celebrated as the first SCO tourist and cultural capital of SCO. അപ്പം SCOയുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ 2022-23 ഈ വർഷം തൊട്ടാണ് അവർ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. ദാറ്റ് വാസ് ദിസ് 2022-23 ഇയറിൽ അത് കാശിയാണ്, നമ്മുടെ വാരണാസി. ഓക്കെ, അപ്പം അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യ ആദ്യമായിട്ടാണ് ചെയർ ചെയ്തത്, 2017 ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് SCO ചെയർ ചെയ്യുന്നത്. അപ്പം ഈ കൊല്ലം 2023 ഒരു വിർച്വൽ സമ്മിറ്റ് ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വേർ ലീഡേഴ്സ് കോൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ മോർ റീപ്രസെന്റേറ്റീവ് ആൻഡ് മൾട്ടിപോളാർ വേൾഡ് ഓർഡർ ഇൻ ദി ഗ്ലോബൽ ഇൻട്രസ്റ്റ്. ഇനി ഇത് ഇപ്പൊ നടക്കുന്നത് 23rd SCO സമ്മിറ്റ് ആണ്. അപ്പം ഇറാൻ ഇതിന്റെ ഭാഗമായിട്ടാണ് 9th മെമ്പർ കൺട്രി ആയിട്ട് SCOയിൽ ജോയിൻ ചെയ്തത്. അപ്പം SCOയുടെ സ്ട്രെങ്ത് 9 മെമ്പേഴ്സ് ആണ്. ആ 9 മെമ്പേഴ്സ് ആരാണെന്നും ഫസ്റ്റ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഷാങ്ഹായ് 5 എന്നറിയപ്പെടുന്ന ഫൗണ്ടിങ് മെമ്പേഴ്സ് 5 പേര് ആരാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ 9th മെമ്പർ ആയിട്ട് 23rd സമ്മിറ്റ് വഴിയാണ് ഇറാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പം SCOയുടെ ഈ വർഷത്തെ തീം അത് ഇന്ത്യ ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന തീമാണ്, ദാറ്റ് തീം ഇസ് സെക്യൂർ SCO. സെക്യൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 2018 നടന്ന SCO സമ്മിറ്റില് യൂസ് ചെയ്ത ഒരു ആക്രനിമാണ് സെക്യൂർ എന്നത്. അപ്പം അതിനകത്ത് ഓരോ ടേംസിനും ഓരോ മീനിങ് ഉണ്ട്. ഐ മീൻ ഓരോ ആൽഫബറ്റ്സും സ്റ്റാൻഡ്സ് ഫോർ a particular concept. അതായത് S stands for security, E stands for economic development, C stands for connectivity, U unity, R respect for sovereignty and territorial integrity, E environmental protection. അപ്പം SCO summit 23rd summit of SCOയുടെ തീം എന്തായിരുന്നു? സെക്യൂർ, ടുവേർഡ്സ് എ സെക്യൂർ SCO എന്നുള്ളതായിരുന്നു അതിന്റെ തീം. സെക്യൂർ എന്ന് പറയുന്ന ടേം, ആ ഒരു സെക്യൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കോയിൻ ചെയ്ത ഒരു ആക്രനിമാണ്. അത് 2018 SCOയിലായിരുന്നു. അത് വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ, ഇക്കാര്യങ്ങളും ഓർത്തിരിക്കണം. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ നടന്ന 2023 നടക്കുന്ന SCO സമ്മിറ്റില് ന്യൂഡൽഹി ഡിക്ലറേഷനും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മെമ്പർ കൺട്രീസിന്റെ ഇടയിൽ. to counter the activities of terrorist, separates and extremist group, സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, അതിന്റെ ഡിഫൻസ്, അത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ന്യൂഡൽഹി ഡിക്ലറേഷൻ സൈൻ ചെയ്തത്. അപ്പൊ ന്യൂഡൽഹി ഡിക്ലറേഷൻ ഒക്കെ ഏത് ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റഡ് ആണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ SCO റിലേഷൻസിനകത്ത് നിന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പൊ SCO എന്താണ്, മെമ്പേഴ്സ് ആരൊക്കെയാണ്, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ SCOയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ഹെഡ് ഇന്ത്യ ആയിരുന്നു. അപ്പൊ അതുവഴിയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ വലിയ എഫേർട്ട് പിന്നീട് ഇടേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് വിച്ച് ഓഫ് ദി എബവ്? ഇതിൽ ഏതിലാണ് ഇന്ത്യ മെമ്പർ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഐ കൻ ഗിവ് എ മിനിറ്റ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഞാൻ പറയാം. B. Yes. Yes, yes, yes. Yes. So D is the answer. India is a member of Asian Infrastructure Investment Bank, MTCR and SCO. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രീസ് കംപ്രൈസ് ദ ഷാങ്ഹായ് 5? ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഷാങ്ഹായ് 5-ൽ ഉള്ളത് എന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഓർമ്മ വെച്ചിട്ട് പറയൂ, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്.
ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ബി, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ. യെസ് യെസ് യെസ്, ബി. അപ്പൊ ഈ 5 രാജ്യങ്ങളും എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ. Which organization is associated with the regional anti-terrorist structure? D. Yes. അപ്പൊ അറിയാലോ. അയ്യോ, സ്ക്രീൻ മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ റിലേഷൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി നമുക്ക് ഇന്ത്യ ആൻഡ് GCC നോക്കാം. ഓക്കെ. ഇപ്പൊ GCCയെ പറ്റിയിട്ടും ചാറ്റിൽ എന്താ പറഞ്ഞത്? അപ്പം GCCയെ പറ്റിയിട്ടും നമ്മള് നിങ്ങൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഓർഗനൈസേഷനെ പറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതെന്തൊക്കെയാന്ന് നോക്കാം. GCC എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1981 കൺക്ലൂഡ് ചെയ്ത ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ദാറ്റ് എഗ്രിമെന്റ് വാസ് എമംഗ് ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് UAE. And it was in the view of their special relations, geographic proximity, similar political systems based on Islamic belief, joint destiny and common objectives. അപ്പൊ ഇതൊരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പം ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ, GCCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിലെ റിയാദിലാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ കൺട്രീസിന്റെ, നിങ്ങൾക്ക് കൺട്രീസിന്റെ എല്ലാം പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം. കൺട്രീസിന്റെ ഒക്കെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. They are major producers of crude oil and natural gas, അല്ലേ? And thereby contribute critically to the global economy and to their own prosperity. So, ഇവർ major producers of crude oil and natural gas ആണ്. And a considerable amount of sea trade passes through the Gulf, leading to heavy traffic in the region. അപ്പൊ ഇവരുടെ ഒരു strategic position എന്ന് പറയുന്നത് is also very relevant because ഒരു considerable amount of sea trade pass ചെയ്യുന്നത് ഈ റീജിയൻസിന്റെ ഇടയിലൂടെയാണ്. വീണ്ടും സ്ക്രീൻ പോകുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ GCCയെ പറ്റിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക. ഇനി ഇന്ത്യസ് റിലേഷൻസ് വിത്ത് ദി GCC എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഡെഫിനറ്റ്ലി GCCയിൽ ഒരു മെമ്പർ അല്ല, പക്ഷെ ഇത് GCCയുടെ ഒരു മേജർ ട്രേഡിംഗ് പാർട്ട്ണർ ആണ് ഇന്ത്യ. ഈ മാത്രമല്ല ഇവർക്കിടയിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അണ്ടർ നെഗോസിയേഷനും ആണ്. ആൻഡ് GCC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാർജസ്റ്റ് റീജിയണൽ ബ്ലോക്ക് ട്രേഡിംഗ് പാർട്ട്ണർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പം ഇന്ത്യസ് ലാർജസ്റ്റ് റീജിയണൽ ബ്ലോക്ക് trading partner ആണ് GCC. India is dependent on the 6 Gulf Cooperation Council states for 42% of its overall oil imports. നമ്മുടെ oil imports അവിടെ നിന്നാണ്. That's something everyone knows. Yes. അപ്പൊ നമ്മുടെ ഓയിൽ ഇമ്പോർട്ട്സ് കാര്യമായിട്ട് ഈ പർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ മെമ്പർ കൺട്രീസിൽ നിന്നുണ്ട്. ശരിക്കും ഈ മെമ്പർ കൺട്രീസിലെ ഓരോ ഇൻഡിവിജ്വൽ കൺട്രീസിനും ഇന്ത്യയെ പറ്റിയിട്ടുള്ള, ഇന്ത്യൻസിനെ പറ്റിയിട്ടുള്ള നല്ല പെർസ്പെക്റ്റീവ്സ് ഉള്ള രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻസ് ആർ മോർ ഓർ ലെസ് കോർഡിയൽ. ഓക്കെ. ആൻഡ് GCC സ്റ്റേറ്റ്സ് ആർ among India's key suppliers of energy. അപ്പൊ ഓയിൽ, എനർജി ഇതിന്റെ സപ്ലൈസിൽ കീ സപ്ലയേഴ്സ് ആണ് GCC സ്റ്റേറ്റ്, GCC മെമ്പർ കൺട്രീസ് എന്നുള്ളത്. പിന്നീട് അറിയാം ആനുവൽ റെമിറ്റൻസ് ഫ്രം ഇന്ത്യൻസ് ആർ വർത്ത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പം ഒരുപാട് പ്രവാസികളുണ്ട് അല്ലെ ഈ സ്ഥലങ്ങളിലൊക്കെ, ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആനുവൽ റെമിറ്റൻസ് എന്ന് പറയുന്നത് ഈസ് വർത്ത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. റെമിറ്റൻസ് ഇവിടെ നിന്ന് വളരെ കൂടുതലാണ്. ആൻഡ് ഇന്ത്യ എക്സ്പോർട്സ് ഫുഡ്, മെഡിസിൻസ് ആൻഡ് എസെൻഷ്യൽ ഐറ്റംസ് ടു ദി ഗൾഫ് റീജിയൻ. അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നല്ല പച്ചക്കറി, പഴവർഗ്ഗങ്ങളെല്ലാം ഇവിടുന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളെന്ന് നമ്മൾ പറയത്തില്ല, ഇതെല്ലാം പോകുന്നത് ഈ ഗൾഫ് കൺട്രീസിലേക്കാണ് മോസ്റ്റ്ലി. Then GCC welcomed India's inclusion in the UNSC as a non-permanent member from January 2021. And the Prime Minister of India has received the Order of Syed
the highest civilian order of the UAE. അപ്പം ഇതിലെ GCCയിലെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള UAEയിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു മെമ്പർ ആയിട്ടുള്ള ബഹ്റിനിൽ നിന്നും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സെവറൽ സിവിലിയൻ ഓർഡേഴ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നെന്ന് പറഞ്ഞത് ഓർഡർ ഓഫ് സായദ്, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ ഓഫ് ദ UAE. അപ്പൊ UAEയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓർഡറും ബഹ്റിന്റെ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ ആയിട്ടുള്ള കിങ് ഹമാദ് ഓർഡർ ഓഫ് ദ റെനസാൻസ്, ഇത് രണ്ടും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് സിവിലിയൻ ഓർഡേഴ്സിന്റെയും പേര് അത് ഏത് പെർട്ടിക്കുലർ കൺട്രിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. And in the recent past, Saudi Arabia and the UAE have not adopted a hostile posture to India's domestic developments, such as removing the special status for Jammu and Kashmir under Article 370. അപ്പം Article 370 റിവോക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഇന്റർനാഷണൽ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും സൗദിയും UAEയും നമുക്ക് ഒരു ഹോസ്റ്റൈൽ പോസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദിസ് ഇസ് സിഗ്നിഫിക്കന്റ് ബിക്കോസ് ഇതെല്ലാം ഇസ്ലാമിക് ഫെയ്ത്ത് ഉള്ള ആളുകൾ താമസിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം ജമ്മു ആൻഡ് കശ്മീരിൽ ഇവര് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ മൂവ് നടന്നപ്പോൾ ഇവര് ഹോസ്റ്റൈൽ പോസ്റ്റർ എടുത്തില്ല എന്നുള്ളത് ഈസ് ആക്ച്വലി വെരി സിഗ്നിഫിക്കന്റ്. ഓക്കെ. And both India and the GCC are members of the Financial Action Task Force, FATF ന്റെ members ആണ് ഇവര് രണ്ടുപേരും. Apart from the participation of Saudi Arabia, Oman, Kuwait and others in India's mega multilateral Milan exercise, India also has bilateral exercise with most of them. അപ്പം നമ്മുടെ മെഗാ മൾട്ടിലാറ്ററൽ മിലൻ എക്സസൈസിൽ സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ് ഇവരെല്ലാവരും പാർട്ടിസിപ്പൻസ് ആണ്. മാത്രമല്ല ഇവരുമൊക്കെ ആയിട്ട് നമുക്ക് ബൈലാറ്ററൽ എക്സസൈസുകളും ഉണ്ട്. അപ്പം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ആനുവൽ ബൈലാറ്ററൽ എക്സസൈസ് ആണ്. അത് 3 വിങ് ഓഫ് ദ ആംഡ് ഫോഴ്സും ഉണ്ട്. ആർമി എക്സസൈസ് ആണ് അൽനജ, എയർഫോഴ്സ് എക്സസൈസ് ആണ് ഈസ്റ്റേൺ ബ്രിഡ്ജ്, നേവൽ എക്സസൈസ് ആണ് നസീം അൽ ബഹർ. അപ്പൊ ഇത് ഇന്ത്യയും ഒമാനുമായിട്ടാണ്. അപ്പം ഈ ആനുവൽ ബൈലാറ്ററൽ എക്സസൈസുകൾ ഇത് മൂന്നിന്റെയും പേര് അറിഞ്ഞിരിക്കണം. ആർമി എക്സസൈസ് അൽനജ, എയർഫോഴ്സ് എക്സസൈസ് ഈസ്റ്റേൺ ബ്രിഡ്ജ്, നേവൽ എക്സസൈസ് നസീം അൽ ബഹർ. ഓക്കെ, ഈ 3 പേരുകളും അറിഞ്ഞിരിക്കുക. ഫർദർ, ഒമാൻ ഹാസ് പ്രൊവൈഡഡ് ദി ഇന്ത്യൻ നേവി ആക്സസ് ടു ദ പോർട്ട്, however that's pronounced, which is one of Indian Ocean's largest deep sea ports. Okay. അപ്പൊ ഇങ്ങനെ ഒരു പോർട്ട് ആക്സസും ഒമാൻ നൽകിയിട്ടുണ്ട്. അപ്പം ഈ പോർട്ടിന്റെ പേരും ബാക്കി ആർമി ബൈലാറ്ററൽ എക്സസൈസുകളുടെ പേരും അറിഞ്ഞിരിക്കുക. And India has a bilateral naval as well as an air force exercise with the UAE. UAE-യുമായിട്ട് നമുക്ക് നേവൽ എക്സസൈസും ഉണ്ട്, എയർഫോഴ്സ് എക്സസൈസും ഉണ്ട്. നേവൽ എക്സസൈസിന്റെ പേരാണ് ഇന്ത്യ UAE ബിലാത്ത്. എയർഫോഴ്സ് എക്സസൈസ് ആണ് ഡെസേർട്ട് ഈഗിൾ 2. അപ്പം ഈ പേരുകളെല്ലാം പഠിച്ചു വെക്കുക, ഇത് രാജ്യമായിട്ടാണെന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ ഇന്ത്യ GCC റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ലാർജ്ലി ട്രേഡ് റിലേഷൻസ് ഉണ്ട്, കൈൻഡ് ഓഫ് നല്ല കോപ്പറേഷനിൽ പോകുന്ന ഒരു റിലേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ഗൾഫ് കൗൺസിൽ? ഗൾഫ് കൗൺസിൽ ഇല്ലാത്ത രാജ്യം ഏതാണ് ഇതിൽ? ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇതല്ലാതെ ഇന്ത്യ GCC റിലേഷൻസിൽ നിന്ന് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സ്ക്രീൻ മാറ്റാൻ പറ്റാത്ത ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആർമി എക്സസൈസുകൾ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം പേര് പഠിച്ചു വെച്ചേക്കണം. ഇതുവരെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടില്ല, പക്ഷെ ഇനി വന്നുകൂടായികയില്ല. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇന്ത്യയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്ത്യ WTO റിലേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഇന്ത്യ WTO റിലേഷൻസ് എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് WTO പറ്റിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ WTO ഇതുവരെ അങ്ങനെ ഒന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിത് എന്തായാലും സിലബസിലുള്ള കാര്യമായതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. Intergovernmental organization that deals with the international trade and commerce. അപ്പൊ അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. I know everyone knows. ഇത് 1995 WTO വരുന്നത്. ഇതിന്റെ പ്രീകേഴ്സർ ആണ് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്, GATT എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ
സക്സസർ ആയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. ദാറ്റ് വാസ് ഇൻ 1995. ഇതിന്റെ സെക്രട്ടേറിയറ്റ് ഇസ് ബേസ്ഡ് ഇൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറെ ഉറുഗ്വേ റൗണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ WTOനെ പറ്റിയിട്ട് നോക്കി വെച്ചേക്കണം. ഇവിടെ ഞാൻ ഇന്ത്യ WTO ആണ് സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യ ആൻഡ് WTO. ഇന്ത്യ 1995 WTO വരുമ്പോ തൊട്ടേ WTOയിലെ മെമ്പർ ആണ്. അതുപോലെ തന്നെ WTOയുടെ ഫോർ റണ്ണർ ആയിട്ടുള്ള ഗാട്ടിലും മെമ്പർ ആയിരുന്നു സിൻസ് 1948. 2001 നടക്കുന്ന WTOയുടെ ദോഹ കോൺഫറൻസിൽ ഇന്ത്യ ഹാഡ് എമേർജ്ഡ് ആസ് ദി മോസ്റ്റ് ഔട്ട്സ്പോക്കൺ ഓഫ് അഡ്വക്കേറ്റ് ഫോർ ദി ഡെവലപ്പിംഗ് ബ്ലോക്ക്. പിന്നീട് നമ്മൾ WTOയുടെ ഭാഗമായതുകൊണ്ട് സൈൻ ചെയ്യേണ്ടി വന്ന കുറച്ച് എഗ്രിമെന്റ്സ് ആണ്. അപ്പൊ ഈ എഗ്രിമെന്റ്സിന്റെ ഒക്കെ പേര് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് WTOയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണെന്നും ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റ്സ് ആണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പേരുകളെല്ലാം അറിഞ്ഞിരിക്കണം. വൺ ഇസ് റിഡക്ഷൻ ഓഫ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. അപ്പം ഇതൊരു എഗ്രിമെന്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു WTO എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഡീൽസ് വിത്ത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പൊ ട്രേഡ്, കൊമേഴ്സ് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് WTOയുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ അന്നേരം ഈ ട്രേഡ് റിലേഷൻസിനകത്ത് വലിയൊരു ഒബ്സ്റ്റിക്കിൾ ആയിട്ട് നിൽക്കുന്നത് ടാരിഫ്, നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് WTOയുടെ ഭാഗമായതുകൊണ്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. റിഡക്ഷൻ ഓഫ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. ദെൻ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ഇതും ഒരു എഗ്രിമെന്റ് ആണ്. WTOയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്തതാണ്. അതിന്റെ ട്രിംസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ട്രിംസിന്റെ എക്സ്പാൻഷൻ എന്താണ്? ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ട്രിംസ്. അപ്പൊ ട്രിംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കൺട്രി അവിടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, അപ്പൊ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്, എബ്രോഡ് വരുന്ന പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. അപ്പം ഈ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റ്സിന് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നിങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിനെ ഫോർബിഡ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് എന്നറിയപ്പെടുന്ന ട്രിംസ്. ഓക്കെ, ഇനി അടുത്തതാണ് ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ് ഇസ് ട്രിപ്സ്. അപ്പൊ ട്രിപ്സ് എന്താണ്, ട്രിംസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം ട്രിപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ പേറ്റന്റ്, കോപ്പി റൈറ്റ്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ട്രേഡ് മാർക്ക്, ഡിസൈൻ, ട്രേഡ് സീക്രട്ട്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനകത്ത് ഈ പെർട്ടിക്കുലർ എഗ്രിമെന്റ് പറയുന്നത് പ്രകാരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനകത്തുള്ള ലോസ്, അതിൽ എന്തുണ്ടായിരിക്കണം? എല്ലാ രാജ്യത്തും ഒരു ബേസിക് ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിനകത്ത് ഇൻഫ്രിഞ്ച്മെന്റ് ഒന്നും നടക്കാതിരിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു രാജ്യത്ത് ഒരു പേറ്റന്റ് ലോയും മറ്റൊരു രാജ്യത്ത് വേറൊരു പേറ്റന്റ് ലോയും ആണെന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് കാര്യമായ ഒരു ഹോമോജിനിറ്റി വേണ്ടേ? അപ്പം ഇതിന്റെ ഭാഗമായി നമ്മളപ്പം ട്രിപ്സ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ എഗ്രിമെന്റ് സൈൻ ചെയ്തത് കൊണ്ട് വി ഹാഡ് ടു മേക്ക് സെവറൽ ചേഞ്ചസ്, അമെൻഡ്മെന്റ്സ് ഇൻ ദി ഡൊമസ്റ്റിക് ലോ ഓഫ് അവർ കൺട്രി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദ കോപ്പിറൈറ്റ് ആക്ട് അമെൻഡ് ചെയ്യുന്നതും, പേറ്റന്റ് ആക്ട് അമെൻഡ് ചെയ്യുന്നതും, ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് ആക്ട് അമെൻഡ് ചെയ്യുന്നതൊക്കെ. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലും അവരുടെ ഡൊമസ്റ്റിക് ലോയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പെർട്ടിക്കുലർ എഗ്രിമെന്റ് പറയുന്നത് വെച്ചിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളിലും എന്തുണ്ടായിരിക്കണം? ഒരു ബേസിക് ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ് ഇത് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ ട്രിപ്സ് എന്നാണ് അതിനറിയപ്പെടുന്ന എക്സ്പാൻഷൻ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ WTOയുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇത് സൈൻ ചെയ്തത്. Then there is agreement on agriculture. It deals with giving market access. പിന്നെ എക്സ്പോർട്ട് സബ്സിഡീസും അഗ്രികൾച്ചർ പ്രൊഡക്ട്സിലുള്ള ഗവൺമെന്റ് സബ്സിഡീസും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറും WTOയുടെ ഭാഗമായിട്ട് സൈൻ ചെയ്തതാണ് എന്നത് ഓർത്തിരിക്കുക. ദെൻ എഗ്രിമെന്റ് ഓൺ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? അപ്പം this particular agreement deals with restricting exports of any country that do not comply with the international standards of germs or bacteria, etc. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിനോട് കോംപ്ലൈ ചെയ്യാത്ത എക്സ്പോർട്ടിംഗ് മെറ്റീരിയൽസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഡീലാണ് ഈ പെർട്ടിക്കുലർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എഗ്രിമെന്റ് ഓൺ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. ഓക്കെ, അപ്പൊ അതൊക്കെ WTO ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ എഗ്രിമെന്റ്സ് എല്ലാം ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല.
എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക, സിലബസിലുള്ളതാണ്. പിന്നെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഒന്നെന്ന് പറയുന്നത്, അപ്പം ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് WTOയിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മേജർ ആയിട്ട് പറയുന്നത്. അപ്പം ചൈനീസ് മൊബൈൽ ആപ്സ് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 59ഓളം ചൈനീസ് ആപ്പുകളാണ് ഇവിടെ ബാൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ബാൻ നീക്കം ഉണ്ടായപ്പോൾ ചൈന ക്ലെയിംഡ് ഇറ്റ് ഹാസ് വയലേഷൻ ഓഫ് WTO റെഗുലേഷൻസിന്റെ റൂൾസിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് ചൈന WTOയിൽ പോയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിരുന്നു. പിന്നീട് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ പീസ് ക്ലോസ്. അപ്പൊ പീസ് ക്ലോസ് ഇത് ഒരു ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സംഭവമാണ്. പക്ഷെ നമ്മൾ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനുള്ള കാര്യം മാത്രം അറിഞ്ഞു പോവുക. ഇപ്പൊ പീസ് ക്ലോസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ WTOയിലുണ്ട്. അപ്പൊ പീസ് ക്ലോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WTO മെമ്പർ കൺട്രീസിലെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഫുഡ് പ്രൊക്യൂർമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യും. എപ്പോഴാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സബ്സിഡി സീലിംഗിന്റെ ബ്രീച്ച് കാരണം മറ്റ് WTO മെമ്പേഴ്സ് ഒരു ഡെവലപ്പിംഗ് കൺട്രിക്കെതിരെ ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ആക്ഷൻസ് എടുക്കുന്ന സമയത്തും ആ ഡെവലപ്പിംഗ് കൺട്രിയുടെ ഫുഡ് പ്രൊക്യൂർ പ്രോഗ്രാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ക്ലോസ് WTOയിൽ ഉള്ളത്. അപ്പൊ ഇന്ത്യയാണ് ശരിക്കും ഈ പീസ് ക്ലോസ്, ആ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട്. കാര്യം ഒരു സബ്സിഡി ലിമിറ്റ് ഫോർ റൈസ് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഇയർ 2018-19 ഇത് സംഭവിച്ചത്. അപ്പൊ ആ സമയത്ത് ബാക്കി രാജ്യങ്ങൾ ആക്ഷൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് പ്രൊക്യൂർമെന്റ് പ്രോഗ്രാമിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പീസ് ക്ലോസ് നമ്മൾ ഇൻവോക്ക് ചെയ്തത്. അപ്പൊ ഇന്ത്യ വാസ് ദി ഫസ്റ്റ് കൺട്രി ടു ഇൻവോക്ക് ദ പീസ് ക്ലോസ് എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കുക. WTO ഒരു പീസ് ക്ലോസ് ഉണ്ട്, അത് ഫുഡ് പ്രൊക്യൂർമെന്റ് പ്രോഗ്രാംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ ഇന്ത്യയാണ് ആദ്യമായിട്ട് ആ പീസ് ക്ലോസ് ഇൻവോക്ക് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. പിന്നീട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടാരിഫ് കേസ്, ICT ടാരിഫ് കേസ്. ഇത് ശരിക്കും WTOയില് ഇന്ത്യക്കെതിരെ ജപ്പാനും തായ്വാനും കൂടെ ഫയൽ ചെയ്ത ഒരു കേസാണ്. കേസ് കൊടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇലക്ട്രോണിക് ഗുഡ്സ്, ഈ ടെലിഫോൺ സെറ്റിന്റെ ഒക്കെ പാർട്സ്, അതുപോലെ സെല്ലുലാർ നെറ്റ്വർക്സിനുള്ള ടെലിഫോൺസ്, ഇതിന്റെ എല്ലാം ഇവിടെ നിന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി, അവിടെ നിന്ന് വരുന്ന ഈ പർട്ടിക്കുലർ ഗുഡ്സിന്റെ എല്ലാം ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യ കൂട്ടി, അത് ആ എമൗണ്ട് അവർക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പെർട്ടിക്കുലർ കേസ് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ഡിസ്പ്യൂട്ട് പാനലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കേസ് ഫയൽ ചെയ്യുന്നത് ജപ്പാനും തായ്വാനുമാണ്. ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ ദർ വാസ് എ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോർ ഹാർംഫുൾ ഫിഷറീസ് സബ്സിഡീസ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ക്ലിയർ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോർ ഹാർംഫുൾ ഫിഷറീസ് സബ്സിഡീസ്. അപ്പൊ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് WTOയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ എഗ്രിമെന്റ്സ് 4 ഉണ്ടായിരുന്നു. 4 1 2 3 4 5. അപ്പൊ 5 എഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 5 എഗ്രിമെന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇന്ത്യ ആൻഡ് WTO റിലേഷൻസ്. ഇനി നമുക്ക് ഇന്ത്യ ആൻഡ് IMF നോക്കാം. ഓക്കെ, ഇപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഓഫ് 190 മെമ്പർ കൺട്രീസ്. അപ്പൊ ഇത് വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രെട്ടൺ വുഡ്സ് മീറ്റിംഗിലൂടെ, കോൺഫറൻസിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. IMFനെയും വേൾഡ് ബാങ്കിനെയും കൂടി ചേർത്തിട്ട് ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ് ബാങ്കിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നായിരുന്നു. ഇതിന് രണ്ടിനെയും ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് ഒരു 190 മെമ്പർ കൺട്രീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിനകത്ത് ഓരോരുത്തരുടെയും എക്സിക്യൂട്ടീവ് ബോർഡിലുള്ള ഓരോരുത്തരുടെയും representation is in proportion to its financial importance. ആ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോ ദാറ്റ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ഇൻ ദ ഗ്ലോബൽ ഇക്കണോമി ക്യാൻ ഹാവ് ദ മോസ്റ്റ് വോട്ടിംഗ് പവർ. അപ്പൊ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൺട്രിക്കാണ് കൂടുതൽ വോട്ടിംഗ് പവർ IMFൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ ജോബ് എന്ന് പറയുന്നത് ഈസ് ടു കീപ് ട്രാക്ക് ഓഫ് കറൻസി റേറ്റുകളുടെ ട്രാക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന
ജോലി. ആൻഡ് ഐഡന്റിഫൈ കൺട്രീസ് that needed international monetary assistance. അപ്പം പ്രധാന ജോലി ഇതാണ്. കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക. IMF-നെ തന്നെ ഫണ്ട് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇത് വരുന്നത് UN കോൺഫറൻസ് ഇൻ ബ്രെട്ടൻസ് വുഡ് വഴിയാണ്. 1944 IMF-ന്റെ കൂടെ തന്നെയാണ് വേൾഡ് ബാങ്ക് വരുന്നത്. അന്ന് വേൾഡ് ബാങ്ക് അല്ല, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പിന്നീട് IMF-ലുള്ള ഒരു പ്രൊവിഷനാണ് ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നുള്ളത്. അപ്പം സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഏത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. IMF-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ മെമ്പർ കൺട്രീസിനും സപ്ലിമെന്റ് ചെയ്യുന്ന ഒഫീഷ്യൽ റിസർവുകളാണ്. ഓക്കെ, ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. 1969-ലാണ് IMF ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ടു സപ്ലിമെന്റ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ് ഒഫീഷ്യൽ റിസർവ്സ്. അപ്പൊ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സംഭവം IMF-ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അത് കൊണ്ടുവരുന്നത് 1969-ലാണ്. അവരുടെ മെമ്പർ കൺട്രീസിന് ഒഫീഷ്യൽ റിസർവ്സ് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് 1969-ല്. ഓക്കെ, ഇനി ഇന്ത്യയും IMF-ഉം തമ്മിലുള്ള റിലേഷൻസ് നോക്കാം. ഇന്ത്യ IMF-ന്റെ ഫൗണ്ടിങ് മെമ്പർ ആണ്. പോസ്റ്റ് പാർട്ടീഷൻ പീരീഡിൽ നമുക്ക് കാര്യമായ ബാലൻസ് ഓഫ് പേയ്മെന്റ് BOP ഡെഫിസിറ്റ് വന്ന സമയത്ത് നമുക്ക് IMF-ൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1965, 1971 ഈ സമയത്തൊക്കെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ വാറുകൾ നടന്ന വർഷങ്ങളാണ് ഇതെല്ലാം, അല്ലെ? അപ്പം ആ സമയത്ത് IMF ഗ്രാൻഡഡ് ഇന്ത്യ ലോൺസ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. നമുക്ക് IMF ലോൺസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇവരുടെ IMF-ന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമുക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. സോ ദാറ്റ് ഇന്ത്യ ഹാഡ് പ്ലേഡ് എ ക്രെഡിറ്റബിൾ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ പോളിസീസ്. അപ്പൊ IMF-ന്റെ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ നമുക്ക് കാര്യമായ ഒരു റോൾ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഹാസ് ഇൻക്രീസ്ഡ് ദ ഇന്ത്യസ് പ്രസ്റ്റീജ് in the international circles. And India has not taken any financial assistance from the IMF since 1993. അപ്പം നമ്മളുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 1990s വരെയുള്ള ഒരു സമയത്ത് നമ്മൾ കുറെ ലോൺസും അസിസ്റ്റൻസും IMF-ൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരു പോയിന്റിന് ശേഷം റീപേയ്മെന്റ് ഓഫ് ഓൾ ദ ലോൺസ് ടേക്കൺ ഫ്രം ദ IMF were completed on 31 May 2000. 2000-ൽ നമ്മൾ 1993-ക്ക് ശേഷം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും വാങ്ങിയിട്ടില്ല. മാത്രമല്ല എടുത്തിട്ടുണ്ടായിരുന്ന ലോണുകളെല്ലാം നമ്മൾ 2000-ന്റെ ഉള്ളിൽ തന്നെ നമ്മൾ റീപേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഒരു കോൺട്രിബ്യൂട്ടർ ആണ് IMF-ൽ. ഓക്കെ, and the finance minister of India, this is important, is the ex officio governor on the board of governors of the IMF. For finance minister of India, board of governors IMF-ന്റെ board of governors ഉണ്ട്. RBI governor എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഗവർണർ അറ്റ് ദി IMF ആണ്. ഇന്ത്യ 8th ലാർജസ്റ്റ് കോട്ട ഹോൾഡിംഗ് കൺട്രി ആണ് IMF-ല്. വോട്ടിംഗ് ഷെയറിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ടുഗദർ വിത്ത് ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻസി കൺട്രീസ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ശ്രീലങ്ക എന്നാണ് ഇന്ത്യ പ്ലസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻസി കൺട്രീസ് എന്ന് IMF-ൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റുവൻസി കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതും കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നതിന്റെ റാങ്ക് 17th ആണ്. നമ്മൾ 17th പൊസിഷനിലാണ് ഓഫ് ടോട്ടൽ 24 കോൺസ്റ്റിറ്റുവൻസീസ് അറ്റ് ദി എക്സിക്യൂട്ടീവ് ബോർഡ്. അപ്പം നമുക്ക് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിലുള്ള പങ്കാളിത്തം എന്താണ് എന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ IMF റിലേറ്റഡ് ആയിട്ട് കണ്ട ഏക ക്വസ്റ്റ്യൻ. So which of the following is not a specialized agency of the United Nations എന്ന് ചോദിച്ചാൽ it is it's not IMF, it's OPEC, right? IMF അല്ലല്ലോ. Which of the following is not a specialized agency of the United Nations? D. Yes. അപ്പൊ IMF ഞാൻ ഓപ്ഷനിലാണ് കണ്ടത്. സോ ഞാൻ അതിന്റെ ആൻസർ നോക്കാതെ ഇൻക്ലൂഡ് ചെയ്താണ്. എനിവേസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഞാൻ വേറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും പൊളിറ്റിക്കൽ സയൻസിന്റെ നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല റിലേറ്റഡ് ടു IMF. ഓക്കെ, അപ്പം ഇന്ത്യ IMF റിലേഷൻസിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്
ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ആയിരിക്കാം മോസ്റ്റ്ലി ഇതിന്ന് വരുന്നത്. അല്ലെങ്കിലും ഈ നമ്മളിപ്പോ പഠിക്കുന്ന ഇന്ത്യ ആൻഡ് അതർ ഓർഗനൈസേഷൻസ് റിലേഷൻസിനകത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാൻ സാധ്യത ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ASEAN റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ASEAനുമായിട്ട് സമ്മിറ്റ് ലെവൽ റിലേഷൻസ് വന്ന വർഷം, ഡയലോഗ് പാർട്ട്നേഴ്സ് ആയ വർഷം. അപ്പൊ ഇതൊക്കെ ശരിയാണോ, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി, അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി. അപ്പൊ ആ രീതി മനസ്സിലാക്കി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിയുന്നതും കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ യൂട്ടിലിറ്റി മനസ്സിലാക്കി പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ അതാകുമ്പോൾ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മള് ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഒരു എക്സാം, ഒരു പെർട്ടിക്കുലർലി ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ ഓഫ് എക്സാമിനേഷനിൽ നമ്മൾ വാസ്റ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സ്മാർട്ട് വർക്ക്. ഓക്കെ, നമുക്ക് അല്ലാതെ സമയം കിട്ടുമ്പോൾ വി ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റഡി ഓൺ എ വാസ്റ്റ് ബേസിസ്. പക്ഷെ കഴിയുന്നതും ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പം എക്സാമിന് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇതെങ്ങനെ UGC NET ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. കാര്യം നമ്മളിപ്പോ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു പല രീതിയിൽ, ക്ലാസ്സിലും ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി നമുക്കറിയാം. അപ്പൊ എന്ത് പഠിക്കുമ്പോഴും എക്സാമിന് ഇതിൽ നിന്ന് എന്താണ് യൂട്ടിലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അതങ്ങ് മാറ്റി വെക്കുക. നമുക്ക് പിന്നെ ആണെങ്കിലും അതൊക്കെ നമുക്ക് കവർ ചെയ്യാവുന്ന ഏരിയാസ് ആണ്. നിലവിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക, യൂട്ടിലിറ്റി മനസ്സിലാക്കി പഠിക്കുക, അതാണ് സ്മാർട്ട് വർക്ക്. ഓക്കെ, സ്ക്രീനിങ് ഇല്ല. ഓക്കെ, ഇന്ത്യ ആൻഡ് IPCC. IPCC എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ നമുക്ക് ഇന്ത്യ ആൻഡ് IPCC പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം IPCC എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബോഡിയാണ്. 1988 ഇത് സെറ്റപ്പ് ചെയ്യുന്നത് ബൈ ദി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMOയും UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാമും കൂടെ ചേർന്നിട്ടാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് പോളിസി മേക്കേഴ്സ് വിത്ത് the regular assessment of the scientific basis of climate change. Climate change in the scientific basis എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള റെഗുലർ അസസ്മെന്റ്സ് ഇവര് പബ്ലിഷ് ചെയ്യും. പിന്നീട് they study about the impacts and future risks associated with the climate change and also options for adaptation and mitigation of climate change. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം, ഇതിന്റെ ഒരു സയന്റിഫിക് ബേസിസ് എന്താണ്, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള അസസ്മെന്റും സ്റ്റഡീസുമാണ് ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി IPCCയിലെ മെമ്പർഷിപ്പും ഈ നേരത്തെ പറഞ്ഞത് സെറ്റപ്പ് ചെയ്ത സംഘടനകളായിട്ടുള്ള UNEPയും WMO ഇവിടെ രണ്ടിലുമുള്ള മെമ്പേഴ്സിന് ഓപ്പൺ ആണ് ഇതിലേക്കുള്ള മെമ്പർഷിപ്പ്. ഇപ്പൊ നിലവിൽ 195 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് IPCCയിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇതിന് 3 വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് IPCCക്ക്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ സയന്റിഫിക് ബേസിസ് എന്താണ് അത് അസസ് ചെയ്യുന്ന പരിപാടിയുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പ് 1 എങ്കിൽ, വർക്കിംഗ് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പ് 2. ഇനി ഇതിനെ ഈ പറഞ്ഞ ഇമ്പാക്ട്സിനെ എല്ലാം എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം, എങ്ങനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പ് 3. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 വർക്കിംഗ് ഗ്രൂപ്പാണ് IPCCക്ക് ഉള്ളത്. സോ IPCC വർക്കിംഗ് ഗ്രൂപ്പ് 3 is responsible for assessing the mitigation of climate change. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഓരോ 6 to 7 ഇയേഴ്സിലും ഇവര് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആ റിപ്പോർട്ട്സ് ആണ് കോംപ്രിഹെൻസീവ് സയന്റിഫിക് അസസ്മെന്റ് റിപ്പോർട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ വാക്ക് ഇസ് ഇമ്പോർട്ടന്റ്, അത് ഓർത്തിരിക്കുക. കോംപ്രിഹെൻസീവ് സയന്റിഫിക് അസസ്മെന്റ് റിപ്പോർട്ട്സ്, ഈ വാക്ക് ഓർത്തിരിക്കുക. ഞാൻ ബോൾഡ് ആക്കാൻ ശ്രമിച്ചതാണ്, ഞാനത് സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ചെയ്തേക്കാം. സോ ഓരോ 6 to 7 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ഇവർ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ലാസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി ലേറ്റസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ആണ് 5th അസസ്മെന്റ് റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നത് 2014 ആൻഡ് പാരീസ് എഗ്രിമെന്റ്, അന്ന് ആ വർഷം നടന്ന പാരീസ് എഗ്രിമെന്റിന്റെ മേജർ സയന്റിഫിക് ഇൻപുട്ട് ആയിട്ട്
എക്സിസ്റ്റ് ചെയ്തത് ഈ പെർട്ടിക്കുലർ അസസ്മെന്റ് റിപ്പോർട്ടാണ്. അവരുടെ 5th അസസ്മെന്റ് റിപ്പോർട്ട് ആയിരുന്നു 2014 പബ്ലിഷ് ചെയ്തത്. പിന്നീട് 6th അസസ്മെന്റ് റിപ്പോർട്ട് 2022 അത് 3 പാർട്ടായിട്ടാണ് അവര് പബ്ലിഷ് ചെയ്തത്. 2022 തന്നെ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് അവർ പബ്ലിഷ് ചെയ്ത കോംപ്രിഹെൻസീവ് സയന്റിഫിക് അസസ്മെന്റ് റിപ്പോർട്ട് വാസ് ഇൻ 2022. The 5th assessment report 2014 second last time. Okay. And IPCC Working Group 3 has met India for the preparation of the 6th assessment report. അപ്പം IPCCയും ആയിട്ടുള്ള മീറ്റിംഗ് പൊതുവെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഓക്കെ. അപ്പൊ ഇവരുമായിട്ട് കുറെ മീറ്റിംഗ്സ്, അപ്പം ഈ അസസ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സെക്കൻഡ് ഓഫ് ഇറ്റ്സ് 3-part റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് 2022 പിന്നെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2022 തന്നെ ആയിരുന്നു തോന്നുന്നു തേർഡ് പാർട്ട് ഓഫ് ദി റിപ്പോർട്ടും വരുന്നത്. അപ്പം ഇത് 6th അസസ്മെന്റ് റിപ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. AR6 എന്നറിയപ്പെടുന്നത് IPCCയുടെ അസസ്മെന്റ് റിപ്പോർട്ട്സ് ആണ്. ഓക്കെ. AR6 എന്ന് പറയുന്നത് 6th അസസ്മെന്റ് റിപ്പോർട്ട്. AR5 ആയിരുന്നു 2014 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം AR6 പ്രകാരം ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഇമ്പാക്ട്സ് ഓഫ് climate change and its implications on vulnerability and adaptation. And അതിനകത്ത് റിപ്പോർട്ട് റിവീൽ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാൻഡ് മാസ് അബൌട്ട് ഹാഫ്, അതിന്റെ പാതിയും ഏറിഡ് ആൻഡ് സെമി ഏറിഡ് ലാൻഡ് മാസ് ആണ്. ഇത് ടെമ്പറേച്ചർ കൂടുന്നതിന്, റൈസിംഗ് ടെമ്പറേച്ചറിന്റെ ഇമ്പാക്ട് കാര്യമായിട്ട് അഫക്ട് ചെയ്യാവുന്ന ഏരിയാസ് ആണ് ഇന്ത്യയുടെ ലാൻഡ് മാസിന്റെ ഹാഫ് ഓഫ് ദ ഏരിയ എന്ന് പറയുന്നതും. പിന്നെ മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇന്ത്യയില് വെക്ടർ ബോൺ ആൻഡ് വാട്ടർ ബോൺ ഡിസീസസിൽ ഇൻക്രീസ് ഉണ്ടാവും. വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊസ്കിറ്റോ, ഫ്ലൈസ്, അപ്പൊ ഇതുപോലെയുള്ള ജീവികൾ പരത്തുന്ന ഡിസീസാണ് വെക്ടർ ബോൺ ഡിസീസ്. വാട്ടർ ബോൺ ഡിസീസ് മലേറിയ, ഡെങ്കു ഇതൊക്കെയാണ്. അപ്പം ഇതിന്റെയൊക്കെ ഡിസീസ് അഫക്റ്റഡ് പീപ്പിളുടെ നമ്പേഴ്സിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഡെങ്കിപ്പനിയൊക്കെ നിലവിൽ ഭയങ്കര കൂടുതലാണ്. കേരളത്തിന്റെ അവസ്ഥ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നീട് പണ്ട് 100 yearsൽ വൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന സീ ലെവൽ എക്സ്ട്രീംസ് എന്ന് പറയുന്ന കാര്യം, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഹൈ സീ ലെവലും ലോ സീ ലെവലും കാണിക്കുന്നതിനെയാണ് സീ ലെവൽ എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വൺസ് ഇൻ 100 years വന്നിരുന്നത് ഇപ്പൊ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് ഇന്ത്യയില് കുറെ ലൈഫ് ത്രെറ്റനിങ് ക്ലൈമറ്റ് കണ്ടീഷൻസ് എക്സ്ട്രീം ഹീറ്റ് കാരണവും ഹ്യൂമിഡിറ്റി കാരണവും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സൺബേൺ ഉണ്ടാകുന്നതും സമ്മറിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ ഇപ്പം സമ്മേഴ്സിലൊക്കെ നിത്യേന കേൾക്കുന്ന വാർത്തകളാണ് അല്ലെ. ആൻഡ് സിറ്റീസ് ഇൻ ഇന്ത്യ വിൽ എക്സ്പീരിയൻസ് മോർ ഹീറ്റ് സ്ട്രെസ്, അർബൻ ഫ്ലഡ്സിന്റെ കാര്യം നമുക്കറിയാം. ആൻഡ് അതർ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് സച്ച് ആസ് സൈക്ലോൺസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാറ്റാസ്ട്രോഫീസ് ഉണ്ടാകും, ഫ്ലഡ്, സൈക്ലോൺസ് ഒക്കെ പോലെയുള്ള. പിന്നെ ഹീറ്റ് സ്ട്രെസ്സും ഉണ്ടാകും. പിന്നെ ഇതിനകത്ത് ഇന്ത്യയുടെ അർബനൈസേഷൻ അൺസയന്റിഫിക് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയെ പറ്റിയിട്ട് 6th അസസ്മെന്റ് റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇത്രയും വർക്കിംഗ് ഗ്രൂപ്പ് 1 എന്താണ്, വർക്കിംഗ് ഗ്രൂപ്പ് 2 എന്താണ്, 3 എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. 5th അസസ്മെന്റ് റിപ്പോർട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്, 6th അസസ്മെന്റ് റിപ്പോർട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്, എത്ര ഫ്രീക്വൻസിയിലാണ് ഇവർ ഇത് പബ്ലിഷ് ചെയ്യുന്നത്, എത്ര കാലയളവ് എടുത്തിട്ടാണ്. ഇത് 6 to 7 years എടുത്തിട്ടാണ് അവരുടെ കോംപ്രിഹെൻസീവ് സയന്റിഫിക് അസസ്മെന്റ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തത് 6th അസസ്മെന്റ് റിപ്പോർട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് SCO, GCC, WTO, IMF and IPCC. ഓക്കെ. അപ്പോ ഇതിന് എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Questions from this particular area? ക്വസ്റ്റ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാമേ. എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ടെക്സ്റ്റ് മീ.
സോ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു.